ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു റെനീസ് വേൾഡ്. അപ്പം നമ്മൾ വന്നിട്ടുള്ളത് ചെറിയ ഒരു 5-6 വയസ്സുള്ള പ്രായം വരുന്ന പെൺകുട്ടികൾക്ക് പറ്റുന്ന ഒരു അടിപൊളി മാക്സി ഡ്രസ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു പേപ്പറിൽ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് ക്ലോത്തിലേക്കും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ക്ലോത്ത് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. ഒരു പ്രാവശ്യം ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് രണ്ടായിട്ട് കിട്ടും. ഇതേപോലെ മുകളിൽ നിന്ന് താഴത്തേക്ക് ആക്കുമ്പോൾ നമ്മൾ 4ആയിട്ടാണ് നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം തന്നെ ഒരു ക്ലോത്ത് കിട്ടിയാൽ ഇതേപോലെ 4ആയിട്ടൊന്ന് നമ്മൾ ഫോൾഡ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഫോൾഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതേപോലെ ഫോൾഡ് ആയിട്ടുള്ള ഭാഗത്താണ് നമ്മൾ മെഷറും കാര്യങ്ങളൊക്കെ ചെയ്യാറ്. ഓപ്പണായി കിടക്കുന്ന ഭാഗത്തല്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ തുടക്കക്കാർക്കാണ് ഇങ്ങനെ സിമ്പിളായിട്ട് പറയുന്നത്, മറ്റുള്ളവരൊന്നും വിചാരിക്കേണ്ട. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അത്രയും ക്ലിയർ ആയിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ക്ലോത്ത് എടുക്കുന്ന സമയത്ത് നമുക്ക് എത്രയാണോ നമ്മുടെ ലെങ്ത്ത് എന്നുള്ളത് ആദ്യം തന്നെ ഒന്ന് മെഷർ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ബോഡി പാർട്ടിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലൊക്കെ അതൊക്കെ അതിനനുസരിച്ച് നമ്മൾ അളവും കാര്യങ്ങളൊക്കെ ഒന്ന് മെഷർ ചെയ്യുക. ഇപ്പം നമുക്കൊരു മാക്സി ഡ്രസ്സ് ആയതുകൊണ്ട് തന്നെ ബോഡി പാർട്ട് വേറെ കട്ട് ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ ബാക്കി നമ്മൾ പ്ലീറ്റ് ഇടുന്നതിനെ കൊണ്ട് അതും നമ്മൾ മാർക്ക് ചെയ്തെടുക്കാണ്ട്. അപ്പോൾ നമുക്കൊരു 34 ലെങ്ത് ആണെന്നുണ്ടെങ്കിൽ 8 ഇഞ്ചാണ് നമ്മൾ ബോഡി പാർട്ട് എന്നുണ്ടെങ്കിൽ അത് മൈനസ് ചെയ്തിട്ട് വേണം ബാക്കി നമുക്ക് പാർട്ടായിട്ട് എടുക്കാൻ. അപ്പോൾ 1 ഇഞ്ച് എക്സ്ട്രാ 2 ഇഞ്ച് എക്സ്ട്രാ ആയിട്ട് നമ്മൾ കൊടുക്കുക. 34 ആണെന്നുണ്ടെങ്കിൽ 36 ഒക്കെ ലെങ്ത് എടുത്തോളൂ കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് ബോഡി പാർട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഒന്ന് നെക്കിൻ്റെ വിഡ്ത്ത് അതേപോലെ തന്നെ നെക്കിൻ്റെ ലെങ്ത്ത് കാര്യങ്ങളൊക്കെയാണ് ആദ്യം നമ്മൾ മെഷർ ചെയ്തെടുക്കുന്നത്. അപ്പം നെക്കിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 2 ഇഞ്ചാണ്. അതേപോലെ തന്നെ ലെങ്ത്ത് നമ്മൾ ബാക്കിൽ 2 കൊടുത്തിട്ടുണ്ട്, ഫ്രണ്ടിൽ നമ്മൾ 4 കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഷോൾഡർ 5ആണ്. അതേപോലെ തന്നെ ആം ഡൗണും നമ്മൾ 5 തന്നെ കൊടുത്തിട്ട് ചെസ്റ്റ് അളവ് 7 മാർക്ക് ചെയ്തിട്ട് 2 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കാണ്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 2 ഇഞ്ച് അവിടെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു കർവില്ലേ നമ്മുടെ ആ കൈക്കുഴി ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. 7ലേക്കാണ് നമ്മൾ ആ ഒരു ചെസ്റ്റിൻ്റെ അളവിലേക്കാണ് നമ്മൾ ഇതേപോലെ ആ കൈക്കുഴി ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ബോഡി പാർട്ട് എത്രയാണ് നമുക്ക് ലെങ്ത്ത് വേണ്ടതെന്നുള്ളത് 8 ഇഞ്ചാണ് ഇവിടെ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ 8 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. നമ്മൾ 8 ഇഞ്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ളത് കൂടി എടുത്തിട്ടാണ് നമ്മൾ 8 ഇഞ്ച് പറയുന്നത്. അപ്പോൾ 8 ഇഞ്ച് എടുക്കുക. 8 ഇഞ്ചിലും കൂടുതൽ വേണം, 1 ഇഞ്ച് എക്സ്ട്രാ വേണം എന്നുള്ളൊരു അങ്ങനെ എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ 8 ഇഞ്ച് എടുത്തിട്ടുണ്ട്. 8 ഇഞ്ച് നമ്മൾ അവിടെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചതിന് ശേഷം നമുക്ക് വേസ്റ്റിൻ്റെ അളവും കൂടി വേണം. വേസ്റ്റിൻ്റെ അളവ് 5ആണ് വരുന്നത്. അപ്പോൾ 5ലേക്ക് നമ്മൾ ഇതേപോലെ ഒരു മാർക്ക് ചെയ്തിട്ട് 7-ന്ന് 5ലേക്ക് മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ എക്സ്ട്രാ ഒരു 2 ഇഞ്ച് എടുത്തത് ഇതേപോലെ നമ്മളൊന്ന് ഷേപ്പ് ചെയ്തിട്ട് വരച്ച് കൊടുക്കട്ടെ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ബോഡി പാർട്ട്. ബാക്കി വരുന്ന പോർഷനാണ് നമുക്ക് പ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ബാക്കി വരുന്നത് നമുക്ക് പ്ലീറ്റ്സ് ആയിട്ടും കൊടുക്കുക. ബാക്കിയുള്ളതൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു 1/4 ഇഞ്ച് നമ്മുടെ ആ ഒരു സ്ലോപ്പ് ഉണ്ടാവില്ല, ഷോൾഡറിൻ്റെ സ്ലോപ്പ് ഒന്ന് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് കട്ട് ചെയ്യുന്ന രീതി. അതേപോലെ തന്നെ ക്ലോത്തിലും ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മളൊരു 1/4 ഇഞ്ചിലൊക്കെ നമ്മൾ ഇതേപോലെ ഒരു സ്ലോപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പം കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്യേണ്ടത് ബാക്ക് നെക്കാണ്, പിന്നീടാണ് നമ്മൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക. തുടക്കക്കാർക്കാണ് കേട്ടോ, വളരെ ഈസി ആയിട്ട് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സിമ്പിളായിട്ട് പറയുന്നത്. ആദ്യം നമ്മൾ ബാക്ക് കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഫ്രണ്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ബാക്ക് പാർട്ട്, ഫ്രണ്ട് പാർട്ട്, പിന്നെ നമ്മൾ ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നല്ല വശം ചേർത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ചെയ്യുക. അങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഓപ്പൺ ആയിട്ട് കിട്ടും. പിന്നെ നമ്മൾ രണ്ടും കൂടി ഇതേപോലെ ഷോൾഡർ അറ്റാച്ച് ചെയ്തെടുക്കുക. ഇത് രണ്ടും ഇതേപോലെ തന്നെ ചെയ്തിട്ട് നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്തെടുക്കുക, സ്ലീവ് കൊടുക്കുക. പിന്നെ ഫുള്ളായിട്ട് നമ്മളൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. താഴത്തുള്ളത് ഒന്ന് നമ്മൾ മടക്കി അടിക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ഈസി ആയിട്ട് നമ്മൾ കാണിച്ചു തന്നതെന്നുള്ളൂ. തുടക്കക്കാർക്ക് പോലും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റാവുന്ന, ഇത് ഏകദേശം പ്രായം വരുന്നത് നമ്മളൊരു 6 വയസ്സുള്ള കുട്ടിക്കാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഒരു നോർമൽ, ഒരുപാട് തടിയൊന്നും ഇല്ലാത്ത ഒരു നോർമലായിട്ടുള്ള കുട്ടിക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ സ്ലീവ് നമ്മൾ ഒരു 7 ഇഞ്ചിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇതേപോലെ ഒരു 3 ഇഞ്ച് 2 ഇഞ്ചിൽ ഇതേപോലെ നമ്മളൊരു ചെറിയ സ്ലോപ്പ് കൊടുത്തിട്ട് ഒരു 7 ഇഞ്ചാണ് ലെങ്ത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ചെറിയൊരു സ്ലീവും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്ലീവിൽ നമുക്കത് സ്ലീവും കൂടി ഇതിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു ചെറിയൊരു മാക്സി ഡ്രസ്സ് നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ. പിന്നെ മാക്സി ഡ്രസ്സിൻ്റെ നമ്മൾ ലെങ്ത്ത് ഇപ്പോൾ 34 എക്സ്ട്രാ 2 എടുത്തിട്ട് 36 ഒക്കെ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് 36 വേണ്ട. 35-ൽ പിന്നെ 1 ഇഞ്ച് നമുക്ക് എക്സ്ട്രാ കൊടുത്തിട്ട് ഇങ്ങനെ താഴത്ത് ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. താഴത്ത് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. അതേപോലെ 35 എടുത്തിട്ട് ബാക്കിയുള്ള 1 ഇഞ്ച് നമുക്ക് ചെറിയ വീതിയിൽ നമുക്ക് പ്ലീറ്റ്സ്, അല്ലെങ്കിൽ 2 ഇഞ്ചിൽ തന്നെ ചെറിയ വീതിയിൽ നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പോൾ മാക്സി ഡ്രസ്സൊക്കെ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം. വളരെ സിമ്പിളായിട്ട് ഏത് തുടക്കക്കാർക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റാവുന്ന മെത്തേഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഫോളോ ചെയ്തിട്ട് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കോ കമൻറ്റോ ഫീഡ്ബാക്കോ കാര്യങ്ങളൊക്കെ ആയിട്ട് അറിയിക്കട്ടോ.
അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇത് നമ്മൾ ലൈനിങ്ങിലാണ് കേട്ടോ ഇതിൻ്റെ മെഷറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. നമ്മൾ അളവും കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ പറഞ്ഞു. നമ്മൾ 2 ഇഞ്ചാണ് നമ്മൾ വിഡ്ത്ത് കൊടുത്തിട്ടുള്ളത്, ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത് 2 ഇഞ്ച് ബാക്ക്, ഫ്രണ്ടിൽ 4 അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് അളവ് നമ്മൾ 7 മെഷർ ചെയ്തിട്ട് ആ ജസ്റ്റ് നമ്മൾ ഷേപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആദ്യം ലൈനിങ്ങിൽ ചെയ്തിട്ടാണ് പിന്നെ ഞാൻ മെയിൻ ക്ലോത്തിലേക്ക് നമ്മൾ ഈ സെയിം കട്ട് ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് വെച്ചിട്ട് പിന്നെ കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ബോഡി പാർട്ടൊക്കെ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ മെയിൻ ക്ലോത്തിലേക്ക് ഇതേപോലെ നമ്മൾ സ്ലീവ് കാര്യങ്ങൾ എല്ലാം സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മൾ ലൈനിങ് കട്ട് ചെയ്തിട്ടുണ്ട്. ആ ലൈനിങ് അതേപോലെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ചോക്കിൽ ഭരിച്ചിട്ട് അതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. മറ്റേ നല്ല ക്ലോത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. 2 പോർഷനാണുള്ളത്. പിന്നെ നമ്മൾ പ്ലീറ്റ്സ് ഇടുന്നതിന് ലൈനിങ് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ സ്ലീവിന് മാത്രം നമ്മൾ ലൈനിങ് കൊടുക്കാതെ ബാക്കി എല്ലാത്തിനും നമ്മൾ ലൈനിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള ലൈനിങ്ങും നല്ല തുണിയും ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ വളരെ ഈസിയാണ്. നമ്മളൊന്ന് ആദ്യം ഒരു വലിയ സ്റ്റിച്ചിൽ സ്റ്റിച്ച് കൊടുക്കുക, പിന്നെ നൂല് സെപ്പറേറ്റ് ചെയ്തിട്ടൊന്ന് വലിച്ചെടുത്താൽ തന്നെ പ്ലീറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിത് അവിടെ നമ്മുടെ ലൈനിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലൂടെ നമ്മൾ ആ ഒരു നെക്കൊന്ന് പതിച്ചടിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ചെയ്യുക കേട്ടോ. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യുന്ന ഒരു മെത്തേഡാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ രണ്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, ലൈനിങ്ങും കാര്യങ്ങളൊക്കെ. പിന്നെ പ്ലീറ്റ്സ് ഇട്ടതിന് ശേഷം നമ്മൾ ലൈനിങ് ഇട്ട് കൊടുത്തിട്ട് ലൈനിങ്ങും ഒക്കെ നമ്മൾ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നമ്മുടെ ആ ഒരു ബോഡി പാർട്ടില്ലേ അതിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ട് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.